ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ പപ്സിൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗിന് അപ്ലോഡ് ചെയ്യുന്നേ കുറച്ച് ലേറ്റായി, കുറച്ചധികം. അപ്പോൾ ആദ്യം സിംഗിൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അടിപൊളി ഫുഡായിരുന്നു. കുട്ടൻ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കോളേജിൽ നിന്ന് അങ്ങനെ ഓരോരുത്തർ വന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. അതിൻ്റെ ഇടയിലോളം നമ്മുടെ അടുത്തൊക്കെ വന്നിക്കാണ്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വീണ്ടും സ്റ്റേജിനോട്ട് പോയിട്ട് ആ സമയത്താണ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ എല്ലാവരും വന്നിന്. അപ്പോൾ എല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു പിക്ക് അടിച്ച്. പിന്നെ എവിടെ ചെന്നാലും വരെ തള്ളി നിർത്തലില്ല ചേട്ടാ. പിന്നെ ഷിബിലിന് കല്യാണത്തിന് വരാൻ പറ്റുന്ന നല്ല സംഘമുണ്ട്. അപ്പോൾ വീഡിയോ കോളിലൂടെ വന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പപ്സ് ഇതാ വരുന്നു. അവളെ കസിൻസാണ് അവളെ എൻട്രി ഒക്കെ നടത്തി. അടിപൊളി എൻട്രി ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു പ്രൊപ്പോസൽ സീനായിരുന്നു സെറ്റ് കഴിഞ്ഞിട്ട്. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ അവിടുത്തെ നെഞ്ചിടിപ്പ് അമ്മക്കല്ലേ അറിയുള്ളൂ. ഇറങ്ങാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൾ ആ കരച്ചിലോണ്ട് അവളെ മുഖം വരെ ബ്ലഷിങ് വരെ ആയിട്ടുണ്ട്. പക്ഷേ കാറ് കയറിൻ്റെ ശേഷം അങ്ങനെ ഞങ്ങൾ കണ്ടതേ ഇല്ല. പിന്നെ ഓഡിറ്റോറിയത്തിൽ കേട്ടോ നിങ്ങൾ നേരെ പോയത്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഇന്ന് ആഗസ്റ്റ് 15 ആ തീമിലൊക്കെ ഓലെ വെൽക്കം ചെയ്തിട്ടുണ്ട്. പതാക കൊടുത്ത് നല്ല അടിപൊളി എൻട്രി ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പപ്സിൻ്റെ കല്യാണത്തിന് പപ്സ് കിട്ടില്ലെങ്കിൽ എന്താ, പപ്സ് കിട്ടി പറഞ്ഞിട്ട് ഷിംന അവിടെ ഫുള്ള് എൻജോയ് ആക്കിയിട്ടാ. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഓൾ ഞങ്ങളുടെ അടുത്ത് വന്നില്ല. ആശികാക്ക ഇത്രയും ദിവസങ്ങൾ കൂടെ എല്ലാവരോടും ഇനി കുറച്ച് ദിവസം എൻ്റെ കൂടെ വരട്ടെ, ആകെ കുറച്ച് ലീവ് എനിക്കുള്ളൂ പറഞ്ഞാണ്ട് ഓളെ വലിച്ചു കൊണ്ടുപോയിട്ട് ഓൾക്ക് ഇപ്പോൾ തീരെ താല്പര്യമില്ല. ഞങ്ങൾ പറഞ്ഞയച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ബൈ.